സംഘടിത രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് തന്നെ ഒരു പുതിയ മുദ്രാവാക്യം നൽകുന്നതിന് വേണ്ടി അവരുടെ രാഷ്ട്രീയ ചിന്തകളെ മാറ്റിമറിക്കുന്നതിന് വേണ്ടി അവരുടെ മാനിഫെസ്റ്റോകളിൽ തന്നെ ചില കാര്യങ്ങൾ ഉൾപ്പെടുത്തുന്നതിന് വേണ്ടി ആം ആദ്മിയുടെ രാഷ്ട്രീയ മുന്നേറ്റത്തിന് സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് ഇന്ത്യയിലെ ഭൂരിപക്ഷം വരുന്ന ആളുകളുടെയും ഒരു പ്രതിപക്ഷം എന്നുള്ളത് ഇന്ന് BJPക്ക് ഒരു പ്രതിപക്ഷം ഇല്ലാതിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ കോൺഗ്രസ് ആയാലും ഇടതുപക്ഷമായാലും അവരുടെ തെരഞ്ഞെടുപ്പ് പരാജയത്തിന്റെ ഒരു സാഹചര്യത്തിൽ ആം ആദ്മിയുടെ രാഷ്ട്രീയ പ്രസക്തി ഇന്ത്യ രാജ്യത്ത് നിലനിൽക്കുന്നുണ്ട്. ആം ആദ്മി ഉയർത്തിപ്പിടിച്ച രാഷ്ട്രീയ പ്രസക്തി നിലനിൽക്കുന്നുണ്ട്. വ്യക്തമാണ്. താങ്കളേക്ക് തിരിച്ചു വരാം. ശ്രീ അസീസ് ദാസ് പൊന്നാനി, വലിയ വിജയം പ്രതീക്ഷിച്ചിരുന്നു ആം ആദ്മി പാർട്ടി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ. എന്നാൽ ചെറിയ സീറ്റുകളിൽ ഒതുങ്ങേണ്ടി വന്നു. ഇതിലുള്ള ഒരു മനമെടുപ്പാണോ പ്രമുഖരായ നേതാക്കൾക്ക് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്? അതിന്റെ ഒരു പ്രതിഫലനമാണോ അവരുടെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ ഉണ്ടാകുന്ന പ്രതികരണങ്ങളും ഈ പുറത്തുപോക്കും? റൈറ്റ്, ഞാൻ താങ്കളേക്ക് തിരിച്ചു വരാം. OICC പ്രതിനിധി LK അജിത് ചേരുന്നു. ശ്രീ LK അജിത്, കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഏറെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും കനത്ത തോൽവി ഏൽക്കേണ്ടി വന്ന ഒരു തെരഞ്ഞെടുപ്പാണ് ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ്. ആം ആദ്മി പാർട്ടി വലിയ ശക്തിയായി ഡൽഹി തിരഞ്ഞെടുപ്പിന് ശേഷം ഉയർന്നു വരും എന്ന് പറഞ്ഞിരുന്നുവെങ്കിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ ഒരു നേട്ടമുണ്ടാക്കാൻ അവർക്കും സാധിച്ചില്ല. തെരഞ്ഞെടുപ്പിന് ശേഷം പല പൊട്ടിത്തെറികളും ആം ആദ്മി പാർട്ടിയിലുണ്ടായി. പല നേതാക്കളും കൊഴിഞ്ഞു പോവുകയും ചെയ്തു. മറ്റ് രാഷ്ട്രീയ പാർട്ടികൾക്കകത്ത് ഉള്ള അതേ പ്രശ്നങ്ങൾ ആം ആദ്മി പാർട്ടിക്കകത്തും ഉണ്ട് എന്ന് തന്നെ വേണ്ടേ ഈ ഘട്ടത്തിൽ കരുതാൻ? തീർച്ചയായും. കാരണം ആം ആദ്മിയുടെ രൂപീകരണ സമയത്ത് തന്നെ അതിന്റെ നേതൃത്വ നിലയിലുള്ള ആളുകളെ പരിശോധിച്ചു കഴിഞ്ഞാൽ രാഷ്ട്രീയത്തിലെ മോഹഭംഗം സംഭവിച്ചവരും സർക്കാർ സർവീസിൽ നിന്ന് വിരമിച്ചവരും ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതൃത്വത്തിലേക്ക് വരാൻ വിദൂര സാധ്യത പോലും ഇല്ലാത്ത ആളുകൾ നേതൃത്വം കൊടുത്ത ആം ആദ്മി പാർട്ടി ഡൽഹി ഭരണം കിട്ടിയപ്പോൾ തന്നെ അവരുടെ സംഘബലം ബഹളത്തിനുള്ളതാണ് അല്ലെങ്കിൽ പ്രക്ഷോഭങ്ങൾക്കുള്ളതാണെന്ന് തെളിയിക്കുകയും ഭരണ നേതൃത്വത്തിലുള്ള പ്രാപ്തി ആം ആദ്മി പാർട്ടിക്ക് ആയിട്ടില്ല എന്നാണ് കെജ്രിവാളിന്റെ രാജി നമ്മളെ പഠിപ്പിക്കുന്നത്. അതുപോലെ തന്നെ ലോക്സഭാ ഇലക്ഷനിൽ മതേതര വോട്ടുകൾ ഭിന്നിപ്പിക്കാനല്ലാതെ സ്വന്തമായി വ്യക്തിത്വം നിലനിർത്താനും കൂടുതൽ അംഗങ്ങളെ പാർലമെന്റിലയക്കാനും ആം ആദ്മി പാർട്ടിക്ക് കഴിഞ്ഞില്ല. അതിൽ കെജ്രിവാളിന്റെ ഏകാധിപത്യപരമായ നിലപാടുകൾ ആ പാർട്ടിയിൽ സ്വാഭാവികമായും നേതാക്കളുടെ ഇടയിലും അതുപോലെ അണികളുടെ ഇടയിലും അസംതൃപ്തി ഉണ്ടാക്കിയെന്നതാണ് ഇന്ന് കാണുന്ന ഈ അവസ്ഥയ്ക്ക് കാരണമെന്നാണ് തോന്നുന്നത്. റൈറ്റ്, ഞാൻ താങ്കളേക്ക് തിരിച്ചു വരാം. ബഷീർ എന്ന പ്രേക്ഷകനുണ്ട് കുവൈത്തിൽ നിന്ന്. ബഷീർ, പറഞ്ഞോളൂ. ബഷീർ, കേൾക്കാമെങ്കിൽ താങ്കൾക്ക് പറയാം. ഹലോ ബഷീർ, കേൾക്കാം, പറഞ്ഞോളൂ. ഹലോ. റൈറ്റ്, സാങ്കേതിക പ്രശ്നമുണ്ട്. ശ്രീ സത്താർ കുന്നിൽ, ഒരു പക്ഷേ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ വാഗ്ദാനങ്ങളാണ് ആം ആദ്മി പാർട്ടി നൽകിയത്. അത് ആം ആദ്മി പാർട്ടി മത്സരിക്കാൻ ഉതകുന്ന രംഗം നമുക്കെല്ലാവർക്കും ഓർമ്മയുണ്ടാകും. ഡൽഹിയിൽ നേടിയ വലിയൊരു വിജയം, മുഖ്യമന്ത്രി സ്ഥാനത്ത് അരവിന്ദ് കെജ്രിവാൾ ഇരിക്കുന്നു. അത് രാജിവെച്ചുകൊണ്ടാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് ആം ആദ്മി പാർട്ടി വരുന്നത്. ഒരു തിടുക്കം കാട്ടിയോ പല ഘട്ടങ്ങളിലും ആം ആദ്മി പാർട്ടി ഡൽഹിയിൽ അത് രാജിവെച്ചത് വലിയ തെറ്റായിപ്പോയി എന്ന് പിന്നീട് അരവിന്ദ് കെജ്രിവാൾ തന്നെ പശ്ചാത്തപിച്ചിരുന്നു. ഇത്തരത്തിൽ ആദ്യഘട്ടത്തിലുണ്ടായ ചെറിയ തെറ്റുകൾക്ക് വലിയ വില കൊടുക്കേണ്ടി വന്നു ആം ആദ്മി പാർട്ടി. അങ്ങനെ വേണ്ടേ വിലയിരുത്താൻ? തീർച്ചയായിട്ടും ഇന്ത്യയിലെ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഏറ്റവും അധികം സീറ്റുകളിൽ മത്സരിച്ച രാഷ്ട്രീയ പാർട്ടി ആം ആദ്മി പാർട്ടിയാണ്. അത് നമുക്ക് കാണുന്നത് വളരെ ചുരുങ്ങിയ കാലത്ത് ഇന്ത്യ എന്ന് പറയുന്ന വ്യത്യസ്ത ആശയങ്ങളുള്ള വ്യത്യസ്ത ചിന്താഗതികളുള്ള ജാതി മത ആളുകൾക്ക് സ്വാധീനമുള്ള ഒരു വലിയൊരു രാജ്യത്ത് ഒരു പുതിയ രാഷ്ട്രീയ പാർട്ടി അവരുടെ മുദ്രാവാക്യം പൂർണ്ണമായും ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് മുമ്പ് തന്നെ എല്ലാ സീറ്റുകളിലേക്കും മത്സരിക്കാനുള്ള ഒരു ശ്രമം നടത്തി തന്നെ അബദ്ധമായി എന്ന് വേണം നമുക്ക് കാണാൻ. അരവിന്ദ് കെജ്രിവാളിന്റെ വലങ്കയ്യായ സിസോദയും അല്ലെങ്കിൽ യോഗേന്ദ്ര യാദവും ഇവർ രണ്ടുപേരും തമ്മിൽ പോലും അഭിപ്രായ വ്യത്യാസങ്ങൾ പാർട്ടിയുടെ രാഷ്ട്രീയ തീരുമാനങ്ങൾ എടുക്കുന്നതിൽ മുഖ്യ പങ്കുവഹിക്കുന്ന ആളുകളാണ് ഇവർ രണ്ടുപേരും. അവർ തമ്മിൽ തന്നെ അരവിന്ദ് കെജ്രിവാളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ പോലും വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോലും എത്തുന്ന രീതിയിലേക്ക് ഈ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കുകയാണ്. അതാണ് ഞാൻ സൂചിപ്പിച്ചത്. പല ആളുകളും പല ആശയങ്ങളിലുള്ള ആളുകളാണ് ഈ പാർട്ടിയിലേക്ക് കടന്നു വന്നത്. വ്യത്യസ്ത കോർപ്പറേറ്റുകളായാലും ഉദ്യോഗസ്ഥ തലത്തിലുള്ള ആളുകളായാലും എല്ലാ ആളുകളും ഒരു ഒഴുകി വന്ന ഒരു സാഹചര്യത്തിൽ ഒരു പ്രത്യേക ഒരു പ്ലാനിങ് ഉണ്ടാക്കാൻ വേണ്ടി രാഷ്ട്രീയ പാർട്ടികൾക്ക് അഴിമതിക്കെതിരെയുള്ള ഒരു മുദ്രാവാക്യം എന്നതിനപ്പുറത്തേക്ക് ഒരു ഇന്ത്യ രാജ്യത്ത്
ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഉയർത്തിപ്പിടിക്കും, അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി പറയുന്നു എന്നല്ലാതെ ഒരു ശരിയായ രീതിയിലുള്ള ഒരു മാനിഫെസ്റ്റോ പോലും ജനങ്ങൾക്ക് മുമ്പിൽ എത്തിക്കാൻ വേണ്ടി ആം ആദ്മിക്ക് കഴിഞ്ഞിരുന്നില്ല. അത് ഒരു വലിയൊരു പ്രശ്നമായിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഒരു തിടുക്കം എല്ലാ കാര്യങ്ങളിലും അവരുടെ ഭാഗത്തുനിന്നുണ്ടായി. അപ്പോ തീർച്ചയായിട്ടും പക്ഷെ ആം ആദ്മി എന്ന് പറയുന്ന ഒരു ആശയം ഇന്ത്യ രാജ്യത്ത് പ്രസക്തമാണ്. അതിനെ പിന്തുണക്കുന്ന ലക്ഷോപലക്ഷം ജനങ്ങൾ ഇന്ത്യയിൽ ഇന്നും ഉണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഇനി ആം ആദ്മി പാർട്ടി എന്നൊരു പാർട്ടി തന്നെ ഇല്ലാതായെങ്കിൽ പോലും ആം ആദ്മി ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയം ഇന്ത്യ രാജ്യത്ത് നിന്ന് ഇല്ലാതാവുകയില്ല എന്നുള്ളത് നമുക്കറിയാൻ വേണ്ടി സാധിക്കും. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്, ഒന്നെങ്കിൽ ആം ആദ്മി എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തെ നിലനിർത്താനുള്ള ഒരു വലിയൊരു യജ്ഞം ഈ ഒരു പ്രശ്നത്തോടു കൂടി ഏറ്റവും പ്രധാനപ്പെട്ട ആളുകൾ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം വന്നതോടുകൂടി ആം ആദ്മി ഒരു ശരിയായ നിലയിൽ മുന്നേറാൻ വേണ്ടിയിട്ടുള്ള അവസരം. കാരണം നമുക്കറിയാം, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പോലെ അല്ലെങ്കിൽ BJP പോലെ ഒരു കേഡർ പാർട്ടിയല്ല ആം ആദ്മി എന്ന് പറയുന്നത്. ഒരു വലിയ ആൾക്കൂട്ടമാണ്, ഒരു ഇഷ്യൂ ബേസ്ഡ് പ്രവർത്തനങ്ങൾ നടത്തിയ ഒരു പാർട്ടിയാണ് ആം ആദ്മി പാർട്ടി. പക്ഷെ അവർ പറഞ്ഞ പല കാര്യങ്ങളും ഇന്ത്യയിലെ യുവാക്കളെ, രാഷ്ട്രീയത്തിന് എതിരുന്ന ആളുകളെ പോലും ചിന്തിപ്പിച്ചിരുന്ന ഒരു സാഹചര്യത്തിൽ ആ പാർട്ടി നശിച്ചാൽ തന്നെയും ആ ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയം മറ്റ് ആരെങ്കിലും ഏറ്റെടുക്കുമെന്നുള്ളൊരു പ്രതീക്ഷയാണ് നമുക്ക് വെച്ച് പുലർത്തുന്നത്. ശ്രീ അസീസ് ദാസ് പൊന്നാനി, മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് വ്യത്യസ്തമായി വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് ആം ആദ്മി പാർട്ടി രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരുന്നത്. പല സമരങ്ങൾ കൊണ്ട് വ്യത്യസ്തത ആർജിക്കാനും അവർക്ക് കഴിഞ്ഞു. പക്ഷേ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ രംഗങ്ങൾ പരിശോധിച്ചാൽ മറ്റ് രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് വ്യത്യസ്തമായി പ്രചാരണ രംഗത്ത് ഒന്നും വലിയ രീതിയിലുള്ള വ്യത്യാസം അവർക്ക് കാണിക്കാനും കഴിഞ്ഞില്ല. തെരഞ്ഞെടുപ്പിൽ വലിയ വിജയം നേടാനും സാധിച്ചില്ല. ഇപ്പോൾ പാർട്ടിക്കകത്ത് വലിയ രീതിയിലുള്ള അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരിക്കുന്നു. പല നേതാക്കളും കൊഴിഞ്ഞു പോവുകയും ചെയ്തിരിക്കുന്നു. ഈ ഒരു ഘട്ടത്തിൽ ഉയർന്നു വരുന്ന ഒരു ചോദ്യം, ആം ആദ്മി പാർട്ടി എങ്ങനെ മറ്റ് രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് വ്യത്യസ്തമാവുന്നു? ആ വ്യത്യസ്തത അവകാശപ്പെടാൻ ഇപ്പോൾ ആം ആദ്മി പാർട്ടിക്ക് എന്ത് അർഹതയാണുള്ളത്? തീർച്ചയായിട്ടും ആം ആദ്മി പാർട്ടി ഒരു വിഷൻ ഡോക്യുമെന്റ് മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ആം ആദ്മി പാർട്ടി മുന്നോട്ട് വെക്കുന്ന ആശയങ്ങൾ എന്താണ്. വെറും അഴിമതിയെ കുറിച്ച് മാത്രം പറയുന്ന ഒരു പ്രസ്ഥാനമല്ല ആം ആദ്മി പാർട്ടി. എല്ലാ വിഷയങ്ങളെ കുറിച്ചും അത് ഈ വിഷൻ ഡോക്യുമെന്റിൽ വിശദീകരിക്കുന്നു. തീർച്ചയായിട്ടും ഇന്ത്യ രാജ്യത്ത് പെട്ടെന്ന് ഉയർന്നു വന്നൊരു പ്രസ്ഥാനമാണ്. അതിന്റെ രൂപം കൊണ്ട് അധികം സമയം ആവുന്നതിന് മുന്നേ ഇലക്ഷൻ നേരിടേണ്ടി വന്നു. ഡൽഹി ഇലക്ഷനിൽ ജയിച്ചു, അതിനുശേഷം രാജിവെച്ചു, ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ നേരിട്ടു. പക്ഷേ ഇന്ത്യ രാജ്യത്ത് ഈ രാഷ്ട്രീയ പ്രസ്ഥാനത്തിനെ പരിചയപ്പെടുത്താനുള്ള ഒരു അവസരമായിരുന്നു ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് എന്ന് മാത്രമാണ് ആം ആദ്മി പാർട്ടി അതിന് ആ ഇലക്ഷനെ കണ്ടിട്ടുള്ളൂ. ആ കാര്യത്തിൽ പാർട്ടി വിജയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇന്ത്യ രാജ്യത്ത് എല്ലാ മുക്കിലും മൂലയിലും അറിയപ്പെടുന്ന പ്രസ്ഥാനം. റൈറ്റ്. ശ്രീ LK അജിത്, ഒരുപക്ഷെ കോൺഗ്രസിന് അത്ര എളുപ്പത്തിൽ വില കുറച്ച് കാണാൻ കഴിയുമോ ആം ആദ്മി പാർട്ടിയെ? ശക്തമായ പ്രതിപക്ഷം പോലുമാകാതെ കോൺഗ്രസിനെ ഒരു മൂലയിലേക്ക് തള്ളിവിട്ടതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പങ്കാണ് ആം ആദ്മി പാർട്ടി വഹിച്ചത്. അവർ ഉയർത്തിവിട്ട അല്ലെങ്കിൽ അവർ മുന്നോട്ട് വെച്ച ആശയങ്ങൾ വലിയൊരളവിൽ ഇന്ത്യ രാജ്യത്ത് ജനങ്ങൾ ചർച്ച ചെയ്തില്ലേ? അത് പ്രകടമായില്ലേ ഈ തിരഞ്ഞെടുപ്പിൽ? തീർച്ചയായും ഞാൻ അതിനോട് യോജിക്കുന്നു. ആദ്യമേ തന്നെ പറയട്ടെ, ആം ആദ്മി പാർട്ടി ഒരു ആൾക്കൂട്ടം തന്നെയാണ്. ആ ആൾക്കൂട്ടം തെരുവിലെ മരുന്ന് കച്ചവടക്കാരന് ചുറ്റും കൂടുന്ന ആൾക്കൂട്ടത്തിന്റെ പ്രതീതിയാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പോടുകൂടി നമുക്ക് ബോധ്യപ്പെടുത്തി തന്നത്. ഇന്ത്യയിലെ നീതിന്യായ വ്യവസ്ഥയെ അംഗീകരിക്കാൻ വൈമനസ്യം കാണിക്കുകയും ഇന്ത്യയുടെ ജനാധിപത്യ സംവിധാനത്തെ അംഗീകരിക്കാൻ വൈമനസ്യം കാണിക്കുകയും ചെയ്ത ആം ആദ്മിയുടെ നേതാക്കൾ ജനാധിപത്യത്തിന്റെ ഭാഗമായ തെരഞ്ഞെടുപ്പിൽ പങ്കെടുത്തത് കൊണ്ട് ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ്, പ്രത്യേകിച്ച് വടക്കേ ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ നമ്മൾ വിലയിരുത്തിയാൽ തന്നെ മനസ്സിലാവും. ആം ആദ്മി പാർട്ടിയുടെ രംഗപ്രവേശം കൊണ്ട് കോൺഗ്രസിന് വലിയ നഷ്ടമുണ്ടായിട്ടുണ്ട്. ഭരണവിരുദ്ധ വികാരം ഉപയോഗപ്പെടുത്താൻ ആം ആദ്മി പാർട്ടിക്ക് കഴിഞ്ഞു. അതേസമയം വർഗീയ വിരുദ്ധ വോട്ടുകൾ, മതേതര വോട്ടുകൾ ഭിന്നിപ്പിക്കുവാനും അതുവഴി BJPയെ സഹായിക്കുവാനും ആം ആദ്മി കഴിഞ്ഞു എന്നാണ് നമുക്ക് വിലയിരുത്താൻ കഴിയുക. ഏറ്റവും പുതിയ തെളിവ് പശ്ചിമ ബംഗാളിലെ ആം ആദ്മി ഘടകം തന്നെ BJPയിലേക്ക് ലയിക്കാൻ പോകുന്ന സാഹചര്യമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. BJPക്ക് ശക്തി കൂട്ടാനുള്ള ഒരു സബ്സ്റ്റിറ്റ്യൂട്ടായി അല്ലെങ്കിൽ ഒരു ചെപ്പിനി പോലെ ആം ആദ്മി പാർട്ടിയുടെ പ്രവർത്തിയാകുമോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. റൈറ്റ്. ശ്രീ സത്താർ കുന്നിൽ, ഒരുപക്ഷെ ആം ആദ്മി പാർട്ടി മുന്നോട്ട് വെച്ച ആശയം അത് ഏറ്റെടുക്കുന്നതിൽ അവർക്ക് വലിയ രീതിയിൽ വിജയിക്കാൻ കഴിഞ്ഞില്ല. പക്ഷേ മറ്റ് പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികൾ, പ്രത്യേകിച്ച് BJP, ആം ആദ്മി മുന്നോട്ട് വെച്ച ആശയം അവർ കടമെടുക്കുകയിൽ യഥാർത്ഥത്തിൽ ചെയ്തത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ആദ്യ പ്രസംഗത്തിൽ തന്നെ പറയേണ്ടി വന്നു, ദരിദ്രർക്കും അഴിമതിക്കുമെതിരെയാകും തന്റെ സർക്കാർ പ്രവർത്തിക്കുകയെന്ന്. ഇങ്ങനെ ആം ആദ്മി പാർട്ടി മുന്നോട്ട് വെച്ച ആശയങ്ങൾ മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ ഏറ്റെടുക്കുകയും അത് അവർ നേട്ടമുണ്ടാക്കുകയും ചെയ്തു, പ്രത്യേകിച്ച് BJP. അതല്ലേ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കാണാൻ കഴിഞ്ഞത്?
തീർച്ചയായിട്ടും ആം ആദ്മി പാർട്ടിയുടെ മുന്നോട്ട് വെച്ച മുദ്രാവാക്യങ്ങൾ പല രാഷ്ട്രീയ പാർട്ടികൾക്കും ഏറ്റെടുക്കേണ്ടി വന്നിട്ടുണ്ട്, അവർക്ക് തിരുത്തേണ്ടി വന്നിട്ടുണ്ട്. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ BJPക്ക് ഉണ്ടായ വൻ വിജയത്തിന്റെ കാരണം കോൺഗ്രസ് കേന്ദ്ര സർക്കാരിന്റെ ഭരണപരാജയം തന്നെയാണ്. ആം ആദ്മി ചില സ്ഥലങ്ങളിൽ കോൺഗ്രസിന്റെ പരാജയത്തിന് കാരണമായിട്ടുണ്ടെങ്കിലും നേരത്തെ കോൺഗ്രസിന്റെ നേതാവ് സൂചിപ്പിച്ചതുപോലെ അത് പൂർണ്ണമായും ആ അർത്ഥത്തിലല്ല. ഇന്ത്യയിലെ ജനങ്ങളെ മറന്നുകൊണ്ട് കോർപ്പറേറ്റുകൾക്ക് വേണ്ടി ഭരിക്കുകയും സാധാരണക്കാരന്റെ ജീവിതം പൊട്ടിക്കുകയും ചെയ്ത കേന്ദ്ര സർക്കാരിനോടുള്ള പ്രതിഷേധം BJPക്ക് അനുകൂലമായതാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മോഡിക്കുണ്ടായ വൻ വിജയം. ആം ആദ്മിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറ്റവും അധികം അവർ പ്രതീക്ഷ വെച്ചിരുന്ന ഡൽഹിയും മഹാരാഷ്ട്രയിലും ഹരിയാനയിലും ആം ആദ്മിക്ക് വൻ പരാജയമാണ് ഏറ്റുവാങ്ങേണ്ടി വന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് നേതാക്കന്മാരിൽ ഈ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നത്. ഡൽഹിയിലും മഹാരാഷ്ട്രയിലും ഹരിയാനയിലും വൻ വിജയമായിരുന്നു ആം ആദ്മി പ്രതീക്ഷിച്ചത്. പക്ഷെ ഈ പഞ്ചാബിലും ഈ 3-4 സംസ്ഥാനങ്ങൾ മാത്രം കേന്ദ്രീകരിക്കുന്നതിന് പകരം മുഴുവൻ സംസ്ഥാനങ്ങളിലേക്കും കേന്ദ്രീകരിച്ചതിന്റെ ഒരു ഫലം അവർ അനുഭവിക്കുന്നു. പക്ഷെ അതോടൊപ്പം നേരത്തെ താങ്കൾ സൂചിപ്പിച്ചതുപോലെ ആം ആദ്മി മുമ്പോട്ട് വെച്ച രാഷ്ട്രീയ മുദ്രാവാക്യം തീർച്ചയായിട്ടും ഇനി മറ്റു രാഷ്ട്രീയ പാർട്ടികൾക്ക് ഏറ്റെടുത്തേ മതിയാവും. കാരണം ഇന്ത്യയിലെ ജനങ്ങൾ ഓരോ പ്രശ്നങ്ങളെയും വളരെ സൂക്ഷ്മമായി നിരീക്ഷിക്കുകയും മാധ്യമങ്ങൾ ചില അളവ് വരെ ചില മാധ്യമങ്ങൾ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ട് നിൽക്കുന്നുണ്ടെങ്കിലും ജനങ്ങളുടെ വികാരങ്ങൾ മാധ്യമങ്ങൾ ശരിയായ രീതിയിൽ പുറത്തു കൊണ്ടുവരുന്നതോടുകൂടി ആം ആദ്മി രാഷ്ട്രീയം മുമ്പോട്ട് വെച്ച മറ്റു രാഷ്ട്രീയ പാർട്ടികൾക്കും ഏറ്റെടുക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതിന്റെ തെളിവ് തന്നെയാണ് മോഡി തന്റെ ആദ്യ പ്രസംഗത്തിൽ തന്നെ മുമ്പോട്ട് വന്നത്. ഇത് എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും ഇനി അത്തരം രാഷ്ട്രീയ പാർട്ടികൾക്ക് മാത്രമേ വർഗീയത ഒരളവ് വരെ BJPയെ സഹായിച്ചിട്ടുണ്ടെങ്കിലും ജനങ്ങളെ മറന്നുകൊണ്ട് ഭരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും കേന്ദ്ര സർക്കാരിന്റെ കോൺഗ്രസിനുണ്ടായ അതേ പതനം തന്നെയാണ് മോഡിക്ക് വരാൻ പോകുന്നത്. അപ്പൊ ഈ അവസരത്തിൽ ഇന്ത്യയിലെ അടിസ്ഥാന വർഗത്തിന്റെ പ്രശ്നങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സാധാരണക്കാരന് ലഭിക്കേണ്ട പണങ്ങൾ കോടിക്കണക്കിന് രൂപയുടെ അഴിമതി നടത്തിക്കൊണ്ട് കട്ടുവാരുന്ന അധികാരികൾക്കെതിരെയുള്ള ഒരു മുന്നേറ്റമായിട്ട് മുമ്പോട്ട് വന്ന ആം ആദ്മി അവരുടെ പ്രവർത്തന രീതികൾ ശരിയായ ദിശാബോധം നൽകിക്കൊണ്ട് വരുന്ന ഡൽഹി തെരഞ്ഞെടുപ്പിൽ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് എല്ലാ നേതാക്കന്മാരും ഒരുമിച്ചുകൊണ്ട് പ്രവർത്തിക്കുകയാണെങ്കിൽ അവർക്ക് തിരിച്ചു വരാനുള്ള ഒരു അവസരമാണ്. നമുക്കറിയാം അതൊരു നേതാക്കന്മാർക്ക് ഒരു രാഷ്ട്രീയ ഇച്ഛാശക്തി ഇല്ലാനുള്ള തെളിവാണ്. അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായിരുന്ന ഷാഫി ഇൽമിയെ പോലുള്ള ആളുകൾ അല്ലെങ്കിൽ ഇപ്പൊ യോഗേന്ദ്ര യാദവിനെ പോലുള്ള അവരുടെ രാഷ്ട്രീയ തീരുമാനമെടുക്കുന്ന ആളുകൾ പോലും ആ പാർട്ടിയിൽ നിലനിൽക്കാതിരിക്കുന്ന കാരണം രാഷ്ട്രീയ പക്വതയില്ലായ്മയുടെ ഒരു കുറവ് കൂടി നമുക്കുണ്ട് അവർക്കുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പക്ഷേ ഡൽഹി തിരഞ്ഞെടുപ്പോടുകൂടി അവർ മുമ്പോട്ട് വെച്ച ആശയം ജനങ്ങളിലേക്ക് വീണ്ടും എത്തിച്ചുകൊണ്ട് അവർക്ക് തിരിച്ചു വരാൻ വേണ്ടി സാധിച്ചു. യോഗേന്ദ്ര യാദവ് ആയാലും മനീഷ് സിസോദിയ ആയാലും ഷാസി എൽമി ആയാലും ആം ആദ്മി പാർട്ടിയുടെ മുൻനിര പോരാളികളായിരുന്നു ഇവരെല്ലാം. ഇവരൊക്കെ ഇപ്പോൾ പല അഭിപ്രായ വ്യത്യാസത്തിന്റെ പേരിലും പാർട്ടിയുടെ പുറത്തേക്ക് പോകാൻ ഒരുങ്ങുന്നു. ഇവരെയൊക്കെ ഒരുമിച്ച് നിർത്തിക്കൊണ്ട് മുൻകാലങ്ങളിൽ കണ്ട ആ മുന്നേറ്റത്തിന്റെ പൂർവാധികം ശക്തിയോടെ ഒരു തിരിച്ചുവരവ് ആം ആദ്മി പാർട്ടിക്ക് അരവിന്ദ് കെജ്രിവാളിന്റെ നേതൃത്വത്തിൽ ഇനി ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ സാധ്യമാണോ? അങ്ങനെയെങ്കിൽ എന്തൊക്കെ മാറ്റങ്ങൾ, എന്തൊക്കെ ശുദ്ധികലശങ്ങൾ ഇനി പാർട്ടിയിൽ നടത്തേണ്ടി വരും? റൈറ്റ്, LK ശ്രീജിത്ത്, ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ആം ആദ്മി പാർട്ടിയിൽ ഇപ്പോൾ ഉടലെടുത്ത ഈ പ്രശ്നങ്ങൾ അതൊരു പക്ഷേ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളായി ഒരു ദിവസവും കഴിയുമ്പോഴും മാറിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. ഒരു തിരിച്ചുവരവ് ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇനി സാധ്യമാണോ? നമ്മുടെ അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം അടിയന്തരാവസ്ഥ കാലയളവിൽ ഇന്ദിരാഗാന്ധിക്കെതിരായി പല വ്യത്യസ്ത ആശയങ്ങളുള്ള ശക്തരായ പാരമ്പര്യവും പരിചയവുമുള്ള നേതാക്കൾ ഉൾപ്പെട്ട ഒരു രാഷ്ട്രീയ സംവിധാനം നിലവിൽ വന്നു ജനതാ പാർട്ടി. അതിന് ശക്തരായ നേതാക്കളും ജയപ്രകാശ് നാരായണന്റെ പിന്തുണയും ഉണ്ടായിരുന്നിട്ട് കൂടി ആ ജനതാ പാർട്ടിക്ക് ഉണ്ടായ അവസ്ഥ നമുക്കറിയാം. അതുപോലെ തന്നെ ഭരണവിരുദ്ധ സമരങ്ങളുമായി മുന്നോട്ട് വന്ന ആം ആദ്മി പാർട്ടിയിൽ ഇന്നുണ്ടായിട്ടുള്ള ഈ ആഭ്യന്തര കലഹം തീർച്ചയായും ഈ പാർട്ടിക്ക് ഇനി ഒരിക്കലും ഉയർത്തി നിൽക്കാൻ കഴിയാത്ത രീതിയിലുള്ള തലത്തിലേക്ക് നീങ്ങുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. റൈറ്റ്, വളരെയധികം നന്ദി LK അജിത്, ഒപ്പം അസീസ് ദാസ് പൊന്നാനി, സത്താർ കുന്നിൽ ഈ ചർച്ചയിൽ പങ്കെടുത്തത്. ഇതോടെ ഇന്നത്തെ ന്യൂസ് 1 മിഡിൽ ഈസ്റ്റ് ഇവിടെ പൂർത്തിയാകുന്നു. ശുഭരാത്രി.